ഹായ്, അനീമിയ എന്ന് കേട്ടിട്ടുണ്ടോ? രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഒരളവിൽ കുറവ് കാണുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ അനീമിയ ഉണ്ടാകുന്നതെന്ന് നോക്കാം. രക്തനഷ്ടം മൂലമുള്ള അനീമിയ ഉണ്ട്. അതുപോലെ വൈറ്റമിൻ B12, അയറൻ, ഫോളേറ്റ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അനീമിയ ഉണ്ട്. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന അനീമിയ ഉണ്ട്. അതുപോലെ നമ്മുടെ രക്തത്തിലെ RBCs അഥവാ ചുവന്ന രക്താണുക്കളുടെ വിഘടനം കാരണം ഉണ്ടാകുന്ന അനീമിയയും ഉണ്ട്. ഇനി ഈ അനീമിയ ഉള്ളവർക്ക് എന്തൊക്കെ സിംറ്റംസ് അനുഭവപ്പെടുമെന്ന് നോക്കാം. തലവേദന, തലകറക്കം, വിശപ്പില്ലായ്മ, മുടി കൊഴിച്ചിൽ, ശ്വാസതടസ്സം, അതുപോലെ നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ടൊരു തോന്നൽ, അങ്ങനെ പല സിംറ്റംസാണ് ഇവർക്ക് അനുഭവപ്പെടുക. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏത് വയസ്സിലുള്ളവർക്ക് എത്രയാണ് ഹീമോഗ്ലോബിൻ്റെ കട്ട് ഓഫ് എന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 6 months മുതൽ 5 years വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ <11 ആണ് കട്ട് ഓഫ്. അതുപോലെ 6 to 11 years ആണെങ്കിൽ <11.5 12 to 14 years ആണെങ്കിൽ <12 കട്ട് ഓഫ്. ഓക്കെ, അതുപോലെ നോൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണെങ്കിൽ <12 ആണ് കട്ട് ഓഫ്. പ്രഗ്നൻറ്റ് ഫീമെയിൽസ് ആണെങ്കിൽ <11 കട്ട് ഓഫ്. അതുപോലെ മെയിൽസ് മോർ ദാൻ 15 years ആണെങ്കിൽ <13 ആണ് കട്ട് ഓഫ് വാല്യൂ. സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ പോയിട്ട് നിങ്ങളുടെ HB ചെക്ക് ചെയ്യാവുന്നതാണ്. ഒപ്പം CBC ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് HB ചെക്ക് ചെയ്താൽ മതി. അതായത് CBC എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പാരാമീറ്റേഴ്സും കൂടെ കിട്ടും. നമുക്ക് ഏത് അനീമിയ ആണെന്ന് കണ്ട് പിടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഡോക്ടേഴ്സിന്. ഓക്കെ, ബൈ ബൈ.